നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് ഒരു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുമ്പോൾ വർഷങ്ങൾ കഴിയുന്തോറും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ മേഖല എന്നാൽ അടുത്തയിടെയൊക്കെ ലോകരാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം മാത്രം വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഏതായിരിക്കും ആ മേഖലയെന്ന്. തീർച്ചയായും ആ മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളാണ്. ഫിഫ റാങ്കിങ്ങിൽ കേവലം 136 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ അടുത്തയിടെ വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ഏഷ്യ കപ്പിനുള്ള ക്വാളിഫയർ റൗണ്ടിൽ നിന്നും നമ്മുടെ രാഷ്ട്രം ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി. അത് ഏറ്റവും നിരാശ ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഫുട്ബോൾ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് വേൾഡ് കപ്പ് കളിക്കാൻ യോഗ്യത നേടിയിരുന്നെങ്കിൽ എന്ന് ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ പറയുകയാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളോട് പോലും മത്സരിച്ച് ജയിക്കാനാവാത്ത ഒരു ടീമായി മാറിയിരിക്കുന്നു ഇന്ത്യ. ഈ രാജ്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ദരിദ്ര പിടിച്ച രാഷ്ട്രങ്ങളാണ്. ഇന്ത്യയേക്കാൾ സാമ്പത്തികമായിട്ട് എത്രയോ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവരൊക്കെ. ഈ രാജ്യങ്ങളോടൊന്നും മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത വിധം വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ കേരളത്തിൽ തന്നെ ഇഷ്ടക്കണക്കിന് ഫുട്ബോൾ അക്കാദമികളുണ്ട്. ഈ അക്കാദമികളൊക്കെ തന്നെ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് പണമുണ്ടാക്കലാണ്. പാവപ്പെട്ട കുട്ടികളെ ക്യാമ്പിന് ക്ഷണിച്ചുകൊണ്ട് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടിയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം. അല്ലാണ്ട് ഫുട്ബോളിനെ ഉയർത്തുക, ഫുട്ബോളിനെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല എന്ന് തീർച്ചയായും പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ പല അക്കാദമികൾ നടക്കുമ്പോൾ 3000-2000 രൂപയൊക്കെയാണ് ഫീസായിട്ട് മേടിക്കുന്നത്. അത് ഒരു ആഴ്ചയിൽ 2 ദിവസമാണ് ക്യാമ്പ്. അതായത് മാസത്തിൽ 8 ദിവസം. ഈ 8 ദിവസം ക്യാമ്പ് നടത്തുമ്പോൾ ഒരു ദിവസം കളിയെന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അത് ബൂട്ട് കെട്ടി ഡ്രസ്സ് ചെയ്ത് ഗ്രൗണ്ടിലിറങ്ങി വാമപ്പ് ചെയ്യുമ്പോൾ തന്നെ അരമണിക്കൂർ പോയി. പിന്നെ ബോൾ വെറുതെ അങ്ങോട്ടോട്ട് തട്ടി അരമണിക്കൂർ അങ്ങനെ പോകും. പിന്നെ അവസാനം അരമണിക്കൂർ ഒരു ടീമിട്ട് കോച്ചുമാരും എല്ലാവരും കൂടിയിട്ടൊരു കളി. എങ്ങനെ കളിക്കണം, പൊസിഷൻ എങ്ങനെ നോക്കണം, പൊസിഷനിലേക്ക് എങ്ങനെ കയറി നിൽക്കണം, ഡിഫൻസ് എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് ആ 1.5 മണിക്കൂർ കൊണ്ട് കളി അവസാനിപ്പിച്ച് അവിടെ ആ കളി അന്നത്തെ ദിവസത്തെ ക്യാമ്പ് അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടൂർണമെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ മറ്റുള്ള അക്കാദമികളുമായിട്ടുള്ളൊരു ഫ്രണ്ട്ലി മാച്ച് നടത്താനോ
ഒന്നും ഇവർ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ ട്രയൽ വെച്ച് കഴിഞ്ഞാൽ ആ സെലക്ഷൻ കമ്മിറ്റിയിലൊക്കെ തന്നെ ഈ ഫുട്ബോൾ അക്കാദമിയിലെ ഉടമസ്ഥന്മാരും കോച്ചുമാരായിരിക്കും സെലക്ഷൻ കമ്മിറ്റിയിലുണ്ടാകുക. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ അവരുടെ അക്കാദമിയിൽ കളിക്കുന്ന കുട്ടികളെ മാത്രമാണ് ജില്ലാ ടീമിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത്. എത്ര ടാലൻ്റുള്ള കുട്ടികളായാലും ഈ അക്കാദമിയിൽ ചേർന്ന് കളിക്കാത്ത കുട്ടികളെ ഒരിക്കലും ഈ ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ നല്ല കഴിവുള്ള കുട്ടികളൊക്കെ തന്നെ ഇതിൽ നിന്ന് മാറ്റപ്പെടുന്നു. അവർ നിരാശരായിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഫുട്ബോൾ ഇവിടെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമാണ് ഇവിടെ ഫുട്ബോൾ വികസിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ജില്ലാ സെലക്ഷൻ ടീമിലേക്ക് പങ്കെടുക്കണമെങ്കിൽ പ്ലെയർ ID എന്നുള്ള ഒരു ID വേണം. ഈ ID കിട്ടുമ്പോൾ തന്നെ ഈ അക്കാദമിയിൽ ചേർന്ന് കളിച്ചാൽ തന്നെയാണ് ഈ പ്ലെയർ ID കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സുതാര്യമാക്കിയിട്ടുള്ള പല സംവിധാനങ്ങളും നിലയിൽ വന്നാൽ മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ മികച്ച നിലവാരം പുലർത്തുകയുള്ളൂ. അല്ലാതെ മെസ്സിയെ കൊണ്ടുവന്ന് ഒരു ദിവസം 2 ദിവസം കളിപ്പിച്ചാലൊന്നും ഇന്ത്യൻ ഫുട്ബോൾ പുരോഗതിയിലേക്ക് വരില്ല. അതിന് പിന്നിലൊക്കെ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ മാത്രമാണുള്ളത്. അല്ലാതെ ഇന്ത്യൻ ഫുട്ബോളിനെ നന്നാക്കാനൊന്നല്ല. അത് എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് നല്ല കുട്ടികളെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളും ആ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടങ്ങളുണ്ടാക്കുന്ന വിധത്തിൽ പ്രൈവറ്റ് മേഖലയിലും പൊതുമേഖലയിലും നല്ല നല്ല ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കാനും അതുപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫുട്ബോൾ നന്നാകുകയുള്ളൂ. അല്ലാണ്ട് ഈ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഒരിക്കലും ഫുട്ബോൾ നന്നാകുകയില്ല. ഇപ്പോൾ മെസ്സിയെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ഇതിക്ക് മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് 1980 കാലഘട്ടത്തിലൊക്കെ ഇവിടെ നെഹ്റു കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ടൂർണമെൻ്റായിരുന്നു. അതിൽ വിദേശ രാജ്യങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. റഷ്യ, പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ റഷ്യ, ചൈന, അതുപോലെ തന്നെ പോളണ്ട്, പിന്നെ അതിൻ്റെ അടുത്ത രാജ്യം ഹംഗറി, അർജൻറ്റീന ഒക്കെ ഇതിനു മുന്നേ ഇവിടെ കളിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഫുട്ബോൾ ഇങ്ങനെ വികസിച്ചിട്ടില്ല. അപ്പോൾ ഈ വക സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ സുതാര്യമാക്കിക്കൊണ്ട് സ്കൂൾ തലത്തിൽ തൊട്ട് കുട്ടികളെ പരിശീലിപ്പിച്ച് നല്ല കളിക്കാരെ കണ്ടെത്തി അവരെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ സ്വകാര്യമായിട്ടും പൊതുമേഖലയിലും നല്ല സംവിധാനങ്ങളും ടൂർണമെൻറ്റും ഉണ്ടാക്കുമെങ്കിൽ മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ നന്നാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും താഴോട്ട് പോയി ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ലോക നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ അടുത്ത കാലത്ത് തന്നെ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ. അവിടെ ഇപ്പോൾ ലോക നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞവരൊക്കെ. ഇപ്പോൾ അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പിലേക്ക് ഖത്തറും സൗദി അറേബ്യയൊക്കെ യോഗ്യത നേടിക്കഴിഞ്ഞു. എന്നാൽ ഇന്ത്യ ഏഷ്യ കപ്പിന് പോലും യോഗ്യത നേടാതെ പുറത്താകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ നന്നാക്കാനുള്ള ശ്രമങ്ങൾ താഴെ തട്ടിൽ നിന്ന് തുടങ്ങി നിയമങ്ങളൊക്കെ സുതാര്യമാക്കിക്കൊണ്ട് സംവിധാനങ്ങളുണ്ടായാൽ മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വരും കാലങ്ങളിൽ
നല്ല സംവിധാനങ്ങളുണ്ടാക്കി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ